പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് ലോറിയിലൊരു ട്രിപ്പുമായി ബന്ധപ്പെട്ട് തിരൂർ പോയപ്പോൾ കുറ്റിപ്പുറം വഴിയാണ് തിരിച്ചു വന്നത്. അപ്പോൾ നോമ്പ് തുറക്കാൻ എന്തായാലും വീട്ടിലേക്ക് എത്തൂല എന്നൊരു ഉറപ്പുണ്ടായപ്പോൾ ഞാൻ കുറ്റിപ്പുറം റോഡിൽ, വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ SKSFൻ്റെ നോമ്പ് തുറ വിഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ 3 പേര് ഓരോ പൊതി വാങ്ങിയിട്ട് ഏകദേശം വെങ്ങാട് എത്തിയപ്പോൾ, അതായത് വീട്ടിലെത്തി എത്തുന്നൊരു 5-6 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് നോമ്പ് പറക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു വീഡിയോ, ആ നോമ്പ് തുറക്കുന്നൊരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇട്ടിരുന്നു. ഏകദേശം 75,000 ആളുകൾ ആ ഒരു വീഡിയോ കണ്ടു. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട് 75,000 ആളുകൾ ആ വീഡിയോ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നോമ്പ് തുറ ഒരു വെറൈറ്റി ആയി. കാരണം പിന്നെ ലോറിയിൽ ഞാനും ജലീലും കൂടെ തിരൂര് പോയിട്ട് വരികയാണ്. അപ്പോൾ നോമ്പ് തുറക്കൽ ഇന്ന് SKSF വളാഞ്ചേരി മേഖല ഇഫ്താർ ഇതിന്റെ വകയുള്ള ഒരു സാധനം വൈന്ന് കിട്ടി, വെള്ളം കിട്ടി. പക്ഷെ അത് നോമ്പ് തുറക്കാണ്. വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു നോമ്പ് തുറക്കൽ ആദ്യമായിട്ടാണ്. അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു. വളരെ ഹൈറ്. എല്ലാവരും പഠിച്ചോം സ്വീകരിക്കട്ടെ ഈ ഒരു പരിപാടിയൊക്കെ. പക്ഷെ അത് നോമ്പ് തുറക്കാണ്. അപ്പൊ എന്തൊക്കെയുള്ളത് നോക്കാം. മിനറൽ വാട്ടർ ഉണ്ട്, പിന്നെ നമുക്ക് ഇതില് പിന്നെ ഈത്തപ്പഴം ഉണ്ട്, ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഈത്തപ്പഴം, മുന്തിരി, പൈനാപ്പിള്, പത്തക്ക ഒക്കെ ഉണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ആ വീഡിയോ അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോന്റെ ബാക്കിയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ആ സൈറ്റിൽ പോയിട്ട് അവർ ആ ഭക്ഷണം കൊടുക്കുന്നതും എത്ര ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ചോദിച്ചറിയും കാര്യങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൂടെ പോരിട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മളവിടെ എത്തി. ഇന്നത്തെ കൊടുക്കൽ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10, 15, 20 മിനിറ്റ് മുമ്പാണ് കൊടുക്കുക. ഹൈവേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിലുള്ള ലിമിറ്റഡ് ഷോപ്പ് ബസ്സിലുള്ള ആളുകൾക്കൊക്കെ ബസ്സിൽ കയറി തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉസ്താദിനൊക്കെ പരിചയപ്പെട്ടു, ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. അപ്പോൾ ഓരോ ആളുകൾക്കും വളരെ അടിപൊളിയായിട്ട് തന്നെ ഓരോരുത്തർ നിന്ന് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകി കൊടുക്കുന്നുണ്ട്. പല പല ആളുകളും വന്നിട്ടാണ് കൊടുക്കുന്നത്. പല ഏരിയകളിലുള്ള പ്രവർത്തകർ വന്നിട്ടാണ് ഇത് കൊടുക്കുന്നത്. നേതൃത്വം വളരെ ക്ലിയറാണ്. എന്തായാലും ഓരോരുത്തർക്ക് വ്യക്തമായിട്ട് പിന്നെ ആ ടീം കൊടുക്കുന്നുണ്ട്. വാഹനങ്ങളിലുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 200ഓളം സെൻറ്ററുകളിൽ, കേരളത്തിൽ 200ഓളം സെൻറ്ററുകളിൽ ഇതുപോലെ ഈ സമയത്ത് പ്രവർത്തകർ ഈ ഒരു സംഘടനയുടെ കീഴിൽ കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, വളരെ വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നോക്കുമ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ളൊരു സംവിധാനമാണ് ഇവരെ പോലുള്ള ആളുകൾ കൊടുക്കുന്നത്. എന്തായാലും അൽഹംദുലില്ലാ, വളരെ നല്ല കാര്യമാണ്. ലൈൻ ബസ്സിലുള്ള ആളുകൾക്ക്, പ്രൈവറ്റ് ബസ്സിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, KSRTCയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താണോ ആർക്കാണോ ആവശ്യമുള്ളത് വെച്ചാൽ കൃത്യമായിട്ട് അവർ വളരെ കൃത്യമായിട്ട് ചോദിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും വളരെ ഹയറ്. 2 സൈഡിലുമായിട്ടുള്ള ആളുകൾ ഏകദേശം 200-300ഓളം പൊതികൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 200-300ഓളം ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസങ്ങളിലും, ഈ നോമ്പ് 30 ദിവസങ്ങളിലും ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പല സെൻറ്ററുകളിലും, ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 200ഓളം സെൻറ്ററുകളിൽ കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ല കാര്യമാണ്. എന്തായാലും അർഹമായ പ്രതിഫലം ഈ നോമ്പിൻ്റെ ഒരു ദിവസമായതുകൊണ്ട്, നോമ്പിനായതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രതിഫലം പടച്ചവൻ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇതൊരു വലിയൊരു കാര്യമാണ് ഈ ചെയ്യുന്നതൊക്കെ. ബസ്സിലുള്ള ആളുകൾക്കൊക്കെ ചോദിച്ചിട്ട് എത്ര വേണം എന്ന് കൃത്യമായി ചോദിച്ചിട്ട് ഓരോരുത്തരും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നോമ്പുള്ളവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരാൾക്കും കുറവും കാര്യങ്ങളൊന്നുമില്ല. ഒരു സമയത്തേ ഉള്ളൂ, 10, 15, 20 മിനിറ്റേ ഉള്ളൂ ഈ ഒരു സംഭവം എല്ലായിടത്തുള്ളത്. എന്തായാലും വളരെ നല്ല സ്ഥലമാണ്. തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം വളരെ നല്ല സ്ഥലമാണ്. കൃത്യമായിട്ട് നിന്ന് നിർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഹൈവേ ആയതുകൊണ്ട് ഒരുപാട് സമയം മുന്നേ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഹൈവേ എന്ന് പറയുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഒരു ദിവസം പോകുന്ന വഴിയാണ്. എന്തായാലും അൽഹംദുലില്ലാ, പിന്നെ അന്ന് അത്യാവശ്യം ആളുകൾ കണ്ടതുകൊണ്ട് എനിക്ക് തോന്നി ഇതൊന്നും കൂടെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഒരു വഴിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എടുത്തതാണ്. വലിയൊരു ക്ലാരിറ്റിയുള്ള ക്യാമറയും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. നോർമലി ഒരു മൊബൈലിൽ എടുത്തതാണ്. അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഈ ഒരു വലിയ സന്തോഷം നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. പിന്നെ ഇതുപോലുള്ള ടെൻഡറുകൾ പല സ്ഥലങ്ങളിലും കെട്ടിയിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു സമയത്താവുമ്പോൾ കൊടുക്കും. പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക്, ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക്, ഇനി വരുന്ന ആളുകൾക്കൊക്കെ
ഏകദേശം ഇവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് നോമ്പ് പറക്കാനുള്ള വിഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനും വെള്ളം ഒന്ന് പാരാൻ വേണ്ടി ഞാനൊന്ന് കൂടി. അങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മളും തന്നെ അതിൻ്റെ ഒരാളായിട്ട് മാറാൻ ശ്രമിക്കാറുണ്ട് പലവട്ടം. ഇൻഷാ അല്ലാഹ് എന്തായാലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ എളിയവൻ്റെ ഒരു ചെറിയ പ്രാർത്ഥന. എന്തായാലും ഇത് അവിടെയുള്ള ആളുകൾക്ക്, ഇനി വരുന്ന ആളുകൾക്കൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നോമ്പ് പറക്കാനുള്ള സംവിധാനമുണ്ട്. വളരെ അടിപൊളി പ്രവർത്തകരാണ്, ഒന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞ പോലെ ഒന്നും പറയാനില്ല. ഏകദേശം സമയമായി, നമ്മളിതാ നോമ്പ് പറക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് തന്നെ ഞാനും എൻ്റെ സുഹൃത്ത് സൈനും കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും അവിടെ നിന്ന് നോമ്പ് പറഞ്ഞു. അപ്പോഴും കുറച്ച് ആളുകളൊക്കെ പുറത്തുനിന്നൊക്കെ വന്ന് നമ്മളെ കൂടെ ഇരുന്ന് നോമ്പ് പറഞ്ഞത് വല്ലാത്തൊരു ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും അൽഹംദുലില്ലാഹ് ഒരിക്കൽ കൂടി ഒരു കാഴ്ച നിങ്ങളെ കാണിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ